ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എണ്ണ കത്തിരിക്ക. അപ്പോൾ നമ്മുടെ ബ്രിഞ്ചോളിൻ്റെ ഒരു ഗ്രേവിയാണ്. അടിപൊളിയായിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ളൊരു നല്ലൊരു ഗ്രേവി കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു കൂട്ടാനുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഡയറ്റ് നോക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കണ്ട കേട്ടോ. എന്താ വെച്ചാൽ ഡയറ്റൊക്കെ തെറ്റും. വാരി വലിച്ചായിരിക്കും ചിലപ്പം ഭക്ഷണം കഴിക്കുക. അത്ര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ എണ്ണ കത്തിരിക്ക ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ എന്ന് പറഞ്ഞാൽ ജിഞ്ചിലി ഓയിലാണ്, നല്ലെണ്ണ. അപ്പോൾ അത് കുറച്ചൊഴിച്ച് എണ്ണ ഒന്ന് നല്ലോണം ചൂടാക്കുന്നുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ മേത്തി, നമ്മുടെ ഉലുവയില്ലേ, അതൊരു 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ടീസ്പൂൺ അളവാട്ടോ, ടേബിൾ സ്പൂൺ അല്ല. അപ്പോൾ അതൊന്ന് വറുത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നൊന്നായിട്ടിടാം. ഇപ്പോൾ ഞാൻ 2 ടീസ്പൂണ് ചന്ന ദാൾ, നമ്മുടെ കടലപ്പരിപ്പ്, അതും കൂടെ ഇടുന്നുണ്ട്. അതും ഒന്ന് നല്ലോണം റോസ്റ്റ് ആയതിന് ശേഷം ഞാനിപ്പോൾ ഇടുന്നത് നമ്മുടെ കപ്പലണ്ടി ഇല്ലേ, ഇപ്പം ഞാനിടാൻ പോകുന്ന കപ്പലണ്ടി എന്ന് പറഞ്ഞാൽ വറുക്കാത്തതാണ്. നിങ്ങളുടെ അടുത്ത് വറുത്തതുണ്ടെങ്കിൽ അതും ഇടാം. ഇപ്പോൾ കപ്പലണ്ടി ഞാനാണെങ്കിൽ ഒരു 5 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇത് എന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗ്രേവിയിൽ. അപ്പോൾ 5 ടീസ്പൂണാണ് ഇടുന്നത്, വറുക്കാത്ത പച്ച കപ്പലണ്ടി. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അടുപ്പ് നല്ലോണം ഇതാവുകയാണെങ്കിൽ ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ, സിമ്മിലിടാവേ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും 1/2 കിലോ ബ്രിഞ്ചോൾ ഗ്രേവി ഉണ്ടാക്കുന്നത് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ കുറവ് ക്വാണ്ടിറ്റിയോ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസും കൂടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന 1/2 കിലോ ബ്രിഞ്ചോൾ ഗ്രേവി ആട്ടോ. അപ്പോൾ നമ്മുടെ പീനട്ടൊക്കെ നല്ലോണം റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കൊറിയാണ്ടർ ഇല്ലേ, മുഴുമല്ലി, ഫുൾ കൊറിയാണ്ടർ, അതൊരു 5 ടീസ്പൂൺ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പീനട്ടും 5 ടീസ്പൂൺ ഇട്ടു, കൊറിയാണ്ടറും 5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന്, അപ്പോൾ ഈ സമയത്തൊക്കെ നല്ലോണം കുറച്ച് വെച്ച് കേട്ടോ. എന്താ വെച്ചാൽ പാൻ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കൊറിയാണ്ടർ ബേൺ ആകും. അതുകൊണ്ട് സിമ്മിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെയൊക്കെ നല്ലോണം റോസ്റ്റ് ആയിട്ട് വേണം അടുത്തടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇടാനായിട്ട്. അപ്പോൾ കൊറിയാണ്ടർ ഒന്ന് റോസ്റ്റ് ആയതിന് ശേഷം ഞാൻ ഇടുന്നത് എള്ളാണ്, വെള്ള എള്ളില്ലേ, അപ്പോൾ സെസമേ സീഡ്സ്, അപ്പോൾ അതാണ് ഇടുന്നത്. അതൊരു നമുക്ക് 5 ടീസ്പൂണൊന്നും വേണ്ട. അപ്പോൾ എള്ള് വന്നിട്ട് നല്ല കൊഴുപ്പൊക്കെ കിട്ടുന്ന, ഇപ്പോൾ പീനട്ട് ആയാലും ശരി, എള്ളാണെങ്കിലും ശരി, നല്ല കൊഴുപ്പ് കൂട്ടുന്നതാണ്. അപ്പോൾ എള്ള് ഞാനിവിടെ 3 ടീസ്പൂണാണ് ഇടുന്നത്. അപ്പോൾ അതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതാവും, റോസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അത് നല്ലോണം സിമ്മിൽ ചെയ്ത് ഇടുക. അപ്പോൾ ഒരു ക്രാക്ലിംഗ് സൗണ്ടൊക്കെ വരുമ്പോഴാണ് നമുക്ക് തേങ്ങയൊക്കെ റെഡിയാക്കി വെക്കാം. കുറച്ച് തേങ്ങ മതി. ഞാനിവിടെ ഒരു 5 സ്പൂണ് കോക്കനട്ടാണ് ഇടുന്നത്. അത് ഓൾറെഡി ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എള്ളൊന്ന് നല്ലോണം റോസ്റ്റ് ആയതിന് ശേഷം ഞാൻ തേങ്ങയും കൂടെ ആണ് ഇടുന്നത്. അപ്പോൾ തേങ്ങ ഇടുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് ആവാൻ പാടില്ല. ജസ്റ്റ് അതൊന്ന് സെയിം ആ ഒരു ചൂടിൽ തന്നെ നല്ലോണം റോസ്റ്റായി കിട്ടണം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് നല്ലോണം നമ്മൾ തീയലൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലൊന്നും റോസ്റ്റ് ആവണ്ട. അപ്പോൾ ഇതൊന്ന് ആ ചൂടിൽ തന്നെ കിടന്ന് നല്ലോണം റോസ്റ്റ് ആയാൽ മതി. ഇതിപ്പോൾ എല്ലാം ഞാനൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാൻ പോവാണ്. നമുക്കിത് തണുത്തതിന് ശേഷം നല്ലോണം പേസ്റ്റ് പോലെ ഗ്രൈൻഡ് ചെയ്ത് എടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ അതേ പാനിലോട്ട് തന്നെ ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ്.
അപ്പോൾ ഇതേ ഞാൻ സെയിം പാൻ തന്നെ തിരിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായതിന് ശേഷം സെയിം ജിഞ്ചിലി ഓയിൽ കുറച്ച് ഒഴിക്കാം. അപ്പോൾ ഓയിലൊന്ന് നല്ലോണം ചൂടായതിന് ശേഷം ഞാൻ 1/2 കിലോ ബ്രിഞ്ചാൾ എന്ന് പറഞ്ഞില്ലേ, അത് നല്ലോണം വാഷ് ചെയ്ത് നടുവിൽ നല്ലോണം കട്ട് ചെയ്തിട്ട് 4ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 4ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും പുഴുവോ പൂച്ചയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തത് വേണം ഇടാനായിട്ട് എണ്ണയിലോട്ട്. ഇല്ലെങ്കിൽ ഇതേ ഇപ്പോൾ തെറിക്കുന്നില്ലേ എണ്ണ, അതുപോലെ തെറിക്കും കേട്ടോ. ഞാൻ ലാസ്റ്റ് മിനിറ്റിലാണ് ഇതൊക്കെ ചെയ്തത്. അതുകൊണ്ട് എന്താ പറയുക, വാഷ് ചെയ്തിട്ടൊന്ന് ഡ്രൈ ചെയ്തെടുക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ലോണം വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ദേഹത്തോട്ടൊക്കെ ഓയിൽ തെറിക്കും. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ എന്ന് പറഞ്ഞാൽ ഷാലോ ഫ്രൈ ആണ് കേട്ടോ. ഒരു 50% ബ്രിഞ്ചോൾ വേകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ 50% ആകുമ്പോൾ നമ്മൾ ഗ്രേവിയിലിടുമ്പോൾ ബാക്കി ഒരു 50% കുക്കായാൽ മതി. അപ്പോൾ ഇതുപോലെ നല്ലോണം കളറൊക്കെ മാറണം, അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബ്രിഞ്ചോൾ ഇവിടെ ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. പാൻ വാഷ് ഒന്നും ചെയ്യണ്ട കേട്ടോ, നമുക്ക് ഈ ഓയിൽ ആവശ്യമുണ്ട്. ഇനി അടുത്തൊരു സ്റ്റെപ്പ് കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ബ്രിഞ്ചോളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം സെയിം ഓയിൽ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ദേ ബാലൻസ് ഉള്ള ഓയിലുള്ള പാൻ ഒന്ന് ചൂടാക്കിയിട്ട് ആ ഓയിലിലോട്ട് തന്നെ ഒന്ന് ചൂടാവുമ്പോൾ കുറച്ച് കടുകിടുക. ഓക്കെ, കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഒരു 3-4 ഡ്രൈ ചില്ലി ഇടാം. എൻ്റെ കയ്യിൽ പിരിയൻ മുളകാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് അതിട്ടത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടമുളക് ഉണ്ടെങ്കിൽ അതിടാം കേട്ടോ. റൗണ്ടായിട്ടുള്ളൊരു ഡ്രൈ ചില്ലി വരില്ല, അതും ഇടാം. അപ്പോൾ ഞാനിവിടെ ഡ്രൈ ചില്ലി ഇടുന്നുണ്ട്. ഒരു 4 ഡ്രൈ ചില്ലി 2ആയിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് റോസ്റ്റ് ആയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 10-15 എന്ന് പറയാം ഗാർലിക്ക് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കൂടുതലും ഇടാം, കുറവും ഇടാം, ഒന്നും പ്രശ്നമില്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് കൊടുക്കും, അതുകൊണ്ടാണ് ഇത്രയും ഞാൻ ഗാർലിക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് റോസ്റ്റ് ആയതിന് ശേഷമാണ് നമ്മൾ ചെറിയ ഉള്ളിയില്ലേ, സാമ്പാർ ഓണിയൻ, അതൊന്ന് ഒരു 10-15 നിങ്ങൾക്ക് ആവശ്യമുള്ള, എന്ന് വെച്ചാൽ ഈ ഗാർലിക്കും സ്മോൾ ഓണിയൻസൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കും ഗ്രേവിക്ക്. അപ്പോൾ അത് എത്ര വേണമോ അത്ര, ഞാനൊരു പിടി എടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും കൗണ്ടൊന്നും ചെയ്തിട്ടില്ല. ഒരു പിടി സ്മോൾ ഓണിയനും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്ത് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി അതും കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടുക്, ഡ്രൈ ചില്ലി, ഗാർലിക്ക്, സ്മോൾ ഓണിയൻ, ഇത് ഇത്രയാണ് ഇപ്പോഴത്തേക്ക് ഇട്ടേക്കുന്നത്. അപ്പം ഇതും കൂടെ ഒന്ന് നല്ലോണം വഴണ്ട് വരണം. സ്മോൾ ഓണിയൻ നല്ലോണം വഴണ്ട് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കണമെങ്കിൽ ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. ഓണിയൻ ഒന്ന് വഴണ്ടിയതിന് ശേഷം വാഷ് ചെയ്ത നല്ല ഫ്രഷ് കറി ലീവ്സും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാനൊരു 3 തക്കാളി അരച്ച് പ്യൂരി പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് വഴഴട്ട് അതിന് ശേഷം നമ്മൾക്ക് തക്കാളിയുടെ പ്യൂരി ഇതിലേക്ക് ഒഴിക്കാം. ഇത് 3 തക്കാളിയാണ്
നിങ്ങൾക്ക് നല്ലോണം കുറച്ചുകൂടെ ഒന്ന് പുളി വേണമെങ്കിൽ ഇനി ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി കൂട്ടോ കുറയ്ക്കോ ഡിപ്പെൻസ് എത്ര നിങ്ങൾ ബ്രിഞ്ചോൾ ഇടുന്നതെന്ന് വെച്ചാൽ. ഞാനിപ്പോൾ 3 ഇടുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് പുളിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ 3 മീഡിയം സൈസ് തക്കാളി പ്യൂരിയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പച്ച മണം മാറുന്ന വരെ നല്ലോണം ഒന്ന് വേവിക്കണം. തക്കാളിയുടെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടികൾ ചേർക്കുകയാണ്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1.5 സ്പൂൺ കൊറിയാണ്ടർ പൗഡർ. നമ്മൾ ഓൾറെഡി മല്ലിയൊക്കെ ഫസ്റ്റ് വറുത്തിട്ടുണ്ട്. അതല്ലാണ്ട് ഈ പൗഡറും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം അതിന് ശേഷമാണ് നമുക്ക് നമ്മൾ ഫസ്റ്റ് വറുത്ത് വെച്ചില്ലേ തേങ്ങ, മല്ലി, പീനട്ടൊക്കെ, അപ്പോൾ അതൊക്കെ പേസ്റ്റാക്കി നമ്മൾ റെഡിയാക്കി വെക്കണം. ഈ പൊടിയുടെയൊക്കെ പച്ച സ്മെല്ല് പോയതിന് ശേഷം നമുക്ക് ആ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇത് തക്കാളിയുടെയും മസാലയുടെയും പച്ച സ്മെല്ലൊക്കെ പോയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് വറുത്ത് വെച്ച് ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ഇടാണ്. അപ്പോൾ ഇത് നല്ല തിക്കാണ്. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് അതും കൂടെ ഒഴിച്ചിട്ട് വേണം നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ആഡ് ചെയ്ത എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല റിച്ച് ആൻഡ് തിക്കനിങ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗ്രേവി തിക്കായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 പ്രാവശ്യം ആ മസാലയുടെ ബൗളൊന്ന് വാഷ് ചെയ്തിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം കുക്ക് ചെയ്യാൻ വെക്കുക. ഒരു തിള വരുമ്പോൾ ഒന്ന് ബോയിലാവുമ്പോൾ നമുക്ക് സിമ്മിൽ വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 5 to 7 മിനിറ്റ്സ് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഓൾറെഡി വറുത്ത സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ മസാല നമ്മൾ അരച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു റോ സ്മെല്ലില്ലേ, അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ്സ് ഒക്കെ മതിയാവും. നമുക്കൊന്ന് അടച്ച് വെച്ച് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഓയിലൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം കുക്കാവുമ്പോൾ ഈ കളറാവുക. അതിന് ശേഷം ഞാൻ ഒരു ലെമൺ സൈസ് പുളി ഞാൻ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നല്ലോണം പിഴിഞ്ഞിട്ട് അതിൽ ചേർക്കുന്നുണ്ട്. ആക്ച്വലി എൻ്റെ പുളി ചേർക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അത് എന്നെക്കൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല. അതേ പുളി ചേർത്തതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നല്ലോണം ഒന്ന് കുക്കായി വരണം. ഈ ഗ്രേവിയിൽ നമുക്ക് പുളി ഒഴിച്ചതിന് ശേഷം നല്ലോണം തിളയ്ക്കണം. നമ്മൾ നിറയെ ഗ്രേവിയിലൊക്കെ പുളി ഒഴിച്ചതിന് ശേഷം നമ്മൾ
അധികം കുക്കാക്കില്ല അല്ലേ, ബോയിലാവാൻ വിടില്ല. പക്ഷേ ഈ ഗ്രേവിക്ക് നല്ലോണം ബോയിലാവണം. അപ്പോൾ എന്നിട്ട് ഇതൊന്ന് ബോയിലായി വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു പീസ് ശർക്കര ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഗ്രേവിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ പുളിയുണ്ട്, നല്ല ലൈറ്റായിട്ട് മധുരമുണ്ട്, നല്ല എരിവുണ്ട്, അല്ലാണ്ട് മറ്റേ നമ്മുടെ കപ്പലണ്ടിയുടെയും എള്ളിൻ്റെയൊക്കെ നല്ലൊരു റിച്ച്നെസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഉള്ള ഒരു നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കാൻ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. പുളി ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് നമ്മൾ നല്ലോണം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടിയാണ് ഇടുന്നത്. ഒരു അരമുക്കാൽ സ്പൂണ് ഇടാം കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രിഞ്ചോളില്ലേ, അപ്പോൾ അത് ഇതിലേക്ക് ഒന്നൊന്നായിട്ട് ചേർക്കാം. ബ്രിഞ്ചോൾ ഇട്ടതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു 7 മിനിറ്റ്സ് എന്തായാലും കുക്ക് ചെയ്യാൻ വിടണം. എന്താ വെച്ചാൽ മസാലയൊക്കെ ബ്രിഞ്ചോളിൽ കയറണം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഗ്രേവി ഇത്രയും ലൂസായിരിക്കുന്നതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കേണ്ട. ഇത് കുക്കൊക്കെ ആയതിന് ശേഷം ഒന്ന് ആറുമ്പോൾ നല്ലോണം തിക്കാവും. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നിറയെ തിക്കനിങ് ഏജൻറ്റ് നമ്മൾ തിങ്സ് ഇട്ടിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ ഇത് തിക്കായി വരും. 7 മിനിറ്റ്സ് കുക്കാക്കിയതിന് ശേഷം നമ്മുടെ അടിപൊളി എണ്ണക്കത്തിരിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം.